പാലക്കാട് തൃത്താലയിൽ SIയെ ഇടിച്ചിട്ട കാർ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് ലഭിച്ചു. കൊടിക്കുന്ന് സെന്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്ന. അപകടം നടന്ന് 5 മിനിറ്റിന് ശേഷമുള്ള ദൃശ്യങ്ങളാണിത്. കാർ പോയത് അമിത വേഗതയിലാണ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്താണ് വാഹന പരിശോധനയ്ക്കിടെ പരിക്കേറ്റ തൃത്താല SI ശശികുമാറിന്റെ പ്രതികരണം. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെ നടക്കാറുണ്ടെന്നും ശശികുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പരിശോധനയ്ക്കിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ആക്രമണം. അതെ, കാരണം ഞങ്ങൾ ഈ വാഹനം ഒരു 10 മണിക്ക് ശേഷം ഞാൻ അദ്ദേഹം 2 വേറെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി വെള്ളിയങ്കലിൽ തറയിടാൻ കഴിഞ്ഞിട്ട് ഒരു മംഗലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അതിനെ ഒരു മംഗലം ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇടവഴിയിൽ കുറച്ച് ഒരു 300 മീറ്റർ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇടവഴിയുടെ തൊട്ടടുത്തൊരു കല്യാണ മണ്ഡപമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു വെള്ളക്കാർ അവിടെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണം ഇവിടെ മദ്യമയക്കുമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ പയ്യന്മാർ വന്ന് കേന്ദ്രീകരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവിക സംശയം തോന്നി. അപ്പോൾ ഒന്ന് പരിശോധിക്കാൻ അവിടെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ ആ വണ്ടി ഓഫാക്കി കിടക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പോലീസ് ജീപ്പ് അവിടെ എത്തിയതും ഉടനെ തന്നെ ഇവർ ജീപ്പിനകത്ത് കാറിനകത്ത് കയറി വണ്ടി റിവേഴ്സ് എടുത്താൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. മറ്റേത് നേരെ പുഴയ്ക്ക് എതിരായിട്ടാണ് വണ്ടി ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. തിരിച്ചു വന്നാലും മെയിൻ റോഡ് കയറിയിട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അവർ പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് മണ്ഡപത്തിൻ്റെ മതിലിലേക്ക് ഇടിച്ച് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കിയതാണ്. അപ്പോൾ സാർ പറഞ്ഞു ഒന്ന് നോക്കണം, അതിലെന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുന്നിലായിരുന്നു, മറ്റേ സാറ് പുറകിലായിരുന്നു. അപ്പോൾ ഇവർ വണ്ടി പെട്ടെന്ന് തിരിച്ചതും പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ വണ്ടിയുടെ ഫ്രണ്ടിൽ പെട്ടുപോയി. അപ്പോൾ അവരെന്തായാലും രക്ഷപ്പെടും എന്നുള്ള ഇതിലാണ്, എങ്ങനെയെങ്കിലും ഇതായിട്ട് പോകണം എന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞൊരു എനിക്കൊന്നും അഭിപ്രായമായി. കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. ഇടതുപാതിക്കും വലതുപാതിക്കും പോകാൻ കഴിയില്ല. ഒരു ഏത് വഴിയോ വണ്ടി എടുക്കുന്ന അറിയില്ല. ഒരു പെട്ടെന്ന് സ്പീഡിൽ വണ്ടി എടുത്തു, എന്നെ തട്ടിയിട്ടിട്ട് അങ്ങനെ കടന്നു കളയുകയും ചെയ്തു. മറ്റ് വിളിച്ചൊന്നും ഇരുട്ടായിരുന്നു ആ പ്രദേശത്ത്? ആ പ്രദേശം ഇരുട്ടായിരുന്നു. നമുക്ക് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് മണ്ഡപത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഏകദേശം വണ്ടിയും ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇവർ പോലീസ് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇവർ വണ്ടിക്ക് പുറത്ത് നിൽക്കുമായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 2 പേരുണ്ടായിരുന്നു. പിന്നെ ഇവരെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലേ? നമുക്ക് പറ്റിയില്ല. കാരണം ഞാൻ നിലത്ത് കിടക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ എന്താ അവസ്ഥ എന്ന് ഓഫീസർമാർക്ക് അറിയില്ല. വണ്ടി ഇടിച്ച് നിരത്തിട്ട് എങ്ങനെയാ വണ്ടി കയറി ഇറങ്ങി? എങ്ങനെയാ? ഞാൻ ശരിക്കും പറഞ്ഞ് ആകെ ഉരുണ്ട് ഇതായി ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറകിൽ സൈഡിലേക്ക് ഇട്ടോ. ഈ സാർമാരാണ് പറഞ്ഞത് വണ്ടി ടയർ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും അവിടെ നല്ല ഒരു നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒന്ന് ഫ്രാക്ചർ മുഴുവൻ ഓരോഞ്ഞ് ഇതായിട്ടുണ്ട്. അപ്പം അങ്ങനെ അവരെന്തായാലും അതിലെന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്നാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ആ പ്രദേശം. കാരണം അവിടെ പറഞ്ഞ ഈ ഒഴിഞ്ഞ പ്രദേശമാണ്. അവിടെ നേരെ പുഴയ്ക്ക് ഇറങ്ങിയിട്ട് പോകാനായിട്ട് കഴിയും. വാഹനം ഇല്ലെങ്കിൽ തന്നെ ആളുകൾക്ക് പുഴയിൽ കൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ്. ചെറുപ്പക്കാരാണല്ലേ? 19 വയസ്സുള്ള 19-20 വയസ്സ് പ്രായമുള്ള പയ്യന്മാരാണ്.